അധ്യായം 9. ബെന്യാമീൻ ഗോത്രത്തിൽ കീശ് എന്നു പേരുള്ള ഒരു ധനികനുണ്ടായിരുന്നു. അവൻ ബെന്യാമീനായ അഫീഹിൻ്റെ മകനായ ബെക്കോറത്തിൻ്റെ മകനായ സെറോറിൻ്റെ മകനായ അബിയേലിൻ്റെ മകനായിരുന്നു. അവന് ശൗൽ എന്നു പേരോടെ യൗവനവും കോമളത്വവുമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരേക്കാളിലും തോൾ മുതൽ പൊക്കമേറിയവനായിരുന്നു. ശൗലിൻ്റെ അപ്പനായ കീശിൻ്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തൻ്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ടു ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. അവൻ എഫ്രൈം മലനാട്ടിലും ശാലീശാ ദേശത്തും കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവർ ശാലീം ദേശത്തു കൂടി സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്തു കൂടിയും സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. സൂഫ് ദേശത്തെത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ഭൃത്യനോട്, വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കും എന്ന് പറഞ്ഞു. അതിന് അവൻ, ഈ പട്ടണത്തിലൊരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്കവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്നവനോട് പറഞ്ഞു. ശൗൽ തൻ്റെ ഭൃത്യനോട്, നാം പോകുന്നുവെങ്കിൽ ആ പുരുഷൻ എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ പാണ്ഡത്തിലെ അപ്പം തീർന്നുപോയല്ലോ, ദൈവപുരുഷന് കൊണ്ടുചെല്ലുവാനൊരു സമ്മാനവുമില്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഭൃത്യൻ ശൗലിനോട്, എൻ്റെ കയ്യിൽ 4 ശേക്കൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്നുത്തരം പറഞ്ഞു. പണ്ട് ഇസ്രായേലിൽ ഒരുത്തൻ ദൈവത്തോട് ചോദിപ്പാൻ പോകുമ്പോൾ, വരുവീൻ, നാം ദർശകന്റെ അടുക്കൽ പോക എന്ന് പറയും. ഇപ്പോൾ പ്രവാചകൻ എന്ന് പറയുന്നവനെ അന്ന് ദർശകൻ എന്ന് പറഞ്ഞു വന്നു. ശൗൽ ഭൃത്യനോട്, നല്ലത്, വരിക, നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ദൈവപുരുഷൻ താമസിച്ചു വന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറി ചെല്ലുമ്പോൾ വെള്ളം കോരുവാൻ പോകുന്ന ബാല്യക്കാരികളെ കണ്ട് അവരോട്, ദർശകൻ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. അവർ അവരോട്, ഉണ്ട്, അതാ നിങ്ങളുടെ മുമ്പിൽ, വേഗം ചെല്ലുവീൻ, ഇന്ന് പൂജാഗിരിയിൽ ജനത്തിൻ്റെ വകയൊരു യാഗമുള്ളതുകൊണ്ട് അവൻ ഇന്ന് പട്ടണത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ പട്ടണത്തിൽ കടന്ന ഉടനെ അവൻ പൂജാഗിരിയിൽ ഭക്ഷണത്തിന് പോകും മുമ്പേ നിങ്ങൾ അവനെ കാണണം. അവൻ യാഗത്തെ അനുഗ്രഹിക്കേണ്ടതാകൊണ്ട് അവൻ ചെല്ലുവോളം ജനം ഭക്ഷിക്കുകയില്ല. അതിൻ്റെ ശേഷം മാത്രമേ ക്ഷണിക്കപ്പെട്ടവർ ഭക്ഷിക്കുകയുള്ളൂ. വേഗം ചെല്ലുവീൻ, ഇപ്പോൾ അവനെ കാണാമെന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവർ പട്ടണത്തിൽ ചെന്നു. പട്ടണത്തിൽ കടന്നപ്പോൾ ഇതാ ശമൂവേൽ പൂജാഗിരിക്ക് പോകുവാനായി അവരുടെ നേരെ വരുന്നു. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുമ്പേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. നാളെ ഇന്നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. അവൻ എൻ്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുകൊണ്ട് ഞാൻ അവരെ കടാക്ഷിച്ചിരിക്കുന്നുവെന്ന് അരുളി ചെയ്തിരുന്നു. ശമൂവേൽ ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ആളിതാ, ഇവനാകുന്നു എൻ്റെ ജനത്തെ ഭരിപ്പാനുള്ളവൻ എന്ന് കൽപ്പിച്ചു. അന്നേരം ശൗൽ പടിവാതിൽക്കൽ ശമൂവേലിൻ്റെ അടുക്കലെത്തി, ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണമേ എന്നപേക്ഷിച്ചു. ശമൂവേൽ ശൗലിനോട്, ദർശകൻ ഞാൻ തന്നെ, എൻ്റെ കൂടെ പൂജാഗിരിക്ക് പോരുവീൻ, നിങ്ങളിന്ന് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കണം. നാളെ ഞാൻ നിന്നെ യാത്ര അയക്കാം, നിന്റെ ഹൃദയത്തിലുള്ളതൊക്കെയും പറഞ്ഞു തരാം. 3 ദിവസം മുമ്പേ കാണാതെ പോയ കഴുതുകളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. എന്നാൽ ഇസ്രായേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ്വ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. അതിന് ശൗൽ, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറുതായ ബെന്യാമീൻ ഗോത്രത്തിലുള്ളവനും എൻ്റെ കുടുംബം ബെന്യാമീൻ ഗോത്രത്തിലെ സകല കുടുംബങ്ങളിലും വെച്ച് ഏറ്റവും ചെറിയതുമായിരിക്കെ നീ ഇങ്ങനെ എന്നോട് പറയുന്നത് എന്തെന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ ശമൂവേൽ ശൗലിനെയും അവൻ്റെ ഭൃത്യനെയും കൂട്ടി വിരുന്നുശാലയിൽ കൊണ്ടുചെന്നു. ക്ഷണിക്കപ്പെട്ടവരുടെ അവർക്ക് പ്രധാന സ്ഥലം കൊടുത്തു. ക്ഷണിക്കപ്പെട്ടവർ ഏകദേശം 30 പേർ ഉണ്ടായിരുന്നു. ശമൂവേൽ വെപ്പുകാരനോട്, നിന്റെ പക്കൽ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ടുവരിക എന്ന് പറഞ്ഞു. വെപ്പുകാരൻ കൈ കുറുകും അതിന്മേലുള്ളതും കൊണ്ടുവന്നു ശൗലിൻ്റെ മുമ്പിൽ വെച്ചു. നിനക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതാ, തിന്നുകൊള്ളുക, ഞാൻ ഉത്സവത്തിന് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉത്സവത്തിനു വേണ്ടി നിനക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ശമൂവേൽ പറഞ്ഞു. അങ്ങനെ ശൗൽ അന്ന് ശമൂവേലിനോടുകൂടെ ഭക്ഷണം കഴിച്ചു. അവർ പൂജാഗിരിയിൽ നിന്ന് പട്ടണത്തിലേക്ക് ഇറങ്ങി വന്ന ശേഷം അവൻ വീടിൻ്റെ മുകളിൽ വെച്ച് ശൗലുമായി സംസാരിച്ചു. അവർ അതികാലത്ത് അരുണോദയത്തിങ്കിൽ എഴുന്നേറ്റു. ശമൂവേൽ മുകളിൽ നിന്ന് ശൗലിനെ വിളിച്ചു, എഴുന്നേൽക്ക, ഞാൻ നിന്നെ യാത്ര അയക്കാമെന്ന് പറഞ്ഞു. ശൗൽ എഴുന്നേറ്റു. അവർ രണ്ടുപേരും, അവനും ശമൂവേലും തന്നെ, വെളിയിലേക്ക് പുറപ്പെട്ടു. പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുമ്പേ കടന്നുപോകുവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന്
നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു.